ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അസീസ് ട്യൂട്ടോറിയൽ. നമ്മുടെ മാത്സിന്റെ വൃത്തങ്ങൾ അല്ലെങ്കിൽ സർക്കിൾസ് എന്ന ചാപ്റ്ററിന്റെ ലാസ്റ്റ് പോർഷനിലേക്ക് കിടക്കുകയാണ്. അപ്പൊ സെക്കൻഡ് പോർഷനിലൊക്കെ എന്തൊക്കെയാണ് ആ ഒരു മുമ്പത്തെ പോർഷനിലൊക്കെ എന്താണ് പറഞ്ഞതെന്നും അതിന്റെ പ്രോബ്ലംസ് ഒക്കെ എങ്ങനെയാണ് ചെയ്യാന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കി. ഇത് വെച്ചിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് എന്താണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തിട്ട് ചെയ്ത് നോക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിലൊക്കെ ഇട്ടിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പൊ നമ്മള് ഇനി അടുത്ത സെക്ഷനിലേക്ക് കിടക്കുകയാണ്. ഇതാണ് ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് സെക്ഷൻ. എന്താണ് സെക്ഷന്റെ പേരെന്ന് വെച്ചാൽ ഹെഡിങ് എന്ന് പറയുന്നത് ടു കോഡ്സ് അല്ലെങ്കിൽ രണ്ട് ഞാണുകൾ എന്നാണ്. അപ്പൊ എന്താണ് കോഡുകൾ അല്ലെങ്കിൽ കോഡ്സ് അല്ലെങ്കിൽ ഞാണുകൾ എന്നുള്ളത് ഞാൻ ചാപ്റ്ററിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞതാണ്. അപ്പൊ ഇവിടെ നമ്മള് ടു കോഡ്സ് ആണ് പറയുന്നത്. കോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ സർക്കിളിന്റെ രണ്ട് അറ്റങ്ങളെ കൂട്ടിമുട്ടുന്ന ഒരു ലൈനെയാണ് നമ്മള് കോഡ്സ് എന്ന് പറയുന്നത്. രണ്ടറ്റങ്ങളെയും കൂട്ടിമുട്ടിക്കുന്ന ഒരു വര. അതേപോലെ ഞാൻ ഇവിടെ രണ്ട് ഞാണുകൾ വരയ്ക്കുകയാണ്. ഒന്ന് എ ബിയും രണ്ടാമത്തത് സി ഡിയും ആണ്. അങ്ങനെ രണ്ട് ഞാണുകൾ വരയ്ക്കുമ്പോൾ അത് പി എന്ന് പറയുന്ന പോയിന്റിൽ കൂട്ടിമുട്ടിയിട്ടുണ്ട്. ഇനി ഈ ജോയിൻ ചെയ്തിരിക്കുന്ന ഇന്റർസെക്ട് ചെയ്ത പോയിന്റ് ആണ് പി. അപ്പൊ ഇനി ഇത് തമ്മിൽ എന്തെങ്കിലും ഈ വശങ്ങൾ തമ്മിലോ വശങ്ങളുടെ നീളങ്ങൾ തമ്മിലോ എന്തെങ്കിലുമൊക്കെ ബന്ധമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എ സി എ ജോയിൻ ചെയ്തു, അതേപോലെ ഡി ബി എ ജോയിൻ ചെയ്തു. അപ്പൊ രണ്ട് ട്രയാങ്കിൾസ് കിട്ടി. നമുക്ക് ഏതൊക്കെ ട്രയാങ്കിൾസ് കിട്ടി? ട്രയാങ്കിൾ എ സി പി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിളും അതേപോലെ ട്രയാങ്കിൾ ബി ഡി പി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിളും കിട്ടി. രണ്ട് ട്രയാങ്കിൾസ് കിട്ടി. ഇനി ഈ ട്രയാങ്കിൾസ് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്കിയേ. എ സി പി എന്ന് പറയുന്ന ട്രയാങ്കിളില് ഈ ഒരു ആംഗിൾ നോക്കിയേ. ആംഗിൾ ഈ ഒരു ആംഗിളും ഇവിടെ നിന്ന് പോകുന്ന ഈ ഒരു ആംഗിളും ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഓരോ ആർക്കിൽ തന്നെ ഉണ്ടാക്കുന്ന ആംഗിൾ വൃത്തത്തിൽ എവിടെ ഉണ്ടാക്കി കഴിഞ്ഞാലും രണ്ടറ്റങ്ങളും എൻഡ് ചെയ്യുന്നത് ഒരേ പോയിന്റിലാണെങ്കിൽ ആ ആംഗിളുകൾ തുല്യമായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു എ ബി സി ആണ് ഇതിന്റെ എൻഡിങ് പോയിന്റ്. അപ്പോൾ ഇവിടെ എയിൽ ഉണ്ടാക്കുന്ന ആംഗിൾ തന്നെയായിരിക്കും ഇവിടെ ഡിയിലും ഉണ്ടാക്കുന്ന ആംഗിൾ. അതേപോലെ തന്നെ ഈ സി എ ഡിയിൽ നിന്ന് വരുന്ന ഈ ഒരു പോയിന്റ് എ ഡി എന്ന് പറയുന്ന ആർക്കിൽ ഉണ്ടാക്കുന്ന കോണ് അത് തന്നെയല്ലേ ഇവിടെയും ഉണ്ടാക്കുന്നത്. അപ്പോ ഇവിടെയും രണ്ട് കോണുകള് തുല്യമാണ്. അപ്പൊ ഒരു ത്രികോണത്തിന്റെ രണ്ട് കോണുകൾ മറ്റൊരു ത്രികോണത്തിന്റെ രണ്ട് കോണുകൾക്ക് തുല്യമായ നമ്മൾ അതിനെന്ത് പറയും? സിമിലർ ട്രയാങ്കിൾസ് എന്ന് പറയും. അപ്പൊ രണ്ട് ഈ തുല്യമായ ത്രികോണങ്ങളാണെങ്കിൽ അതിന്റെ വശങ്ങൾ തമ്മിലുള്ള അംശബന്ധവും തുല്യമായിരിക്കും എന്നൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചതാണ്. അപ്പൊ ഇവിടെയുള്ള രണ്ട് ത്രികോണങ്ങൾ നമുക്ക് കിട്ടിയിരിക്കുന്ന എ പി സിയും ബി ഡി പിയും എന്താണെന്ന് പറയാം? നമുക്ക് സിമിലർ ട്രയാങ്കിൾസ് ആണെന്ന് പറയാം. അപ്പൊ ഇത് എങ്ങനെ വരുന്നു എന്നൊന്നും നിങ്ങൾക്ക് കൂടുതൽ ആവശ്യമൊന്നുമില്ല, എന്നാലും ജസ്റ്റ് ഞാൻ പറയാണ്. അപ്പോ ഇനി ഇതില് ഈ സിമിലർ ട്രയാങ്കിൾസിൽ ഇത് രണ്ടും സിമിലർ ട്രയാങ്കിൾസ് ആണെന്ന് കിട്ടി. ഇനി എ സി പി എന്ന് പറയുന്ന ഈ ഒരു ട്രയാങ്കിളിലുള്ള ആംഗിൾ എക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വശമാണ് സി പി അല്ലെങ്കിൽ പി സി, എങ്ങനെ വേണമെങ്കിൽ എഴുതാം, പി സി. ഓക്കെ, എക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള അതിന് ഇതേപോലെ ഇതില് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വശമാണ് പി ബി. ഓക്കെ അല്ലേ? ഇനി ഇതേപോലെ ഈ ഒരു ആംഗിളിന് സിക്ക് വശം ഓപ്പോസിറ്റ് ആയിട്ടുള്ള വശമാണ് എ പി അല്ലെങ്കിൽ പി എ, എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. അതേപോലെ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വശമാണ് പി ഡി. അപ്പൊ ഈ വശങ്ങൾ തമ്മിലുള്ള തുല്യമായ കോണുകൾക്ക് എതിരെയുള്ള വശങ്ങൾ പി എ ബൈ പി സി എന്ന് പറയുന്ന അംശബന്ധം ഉണ്ടല്ലോ. പി എ എന്ന് പറയുന്നതാണ് വലുത്, പി സി എന്ന് പറയുന്നത് ചെറുത്. പി എ ബൈ പി സി എന്ന് പറയുന്ന അംശബന്ധം പി ഡി ബൈ പി ബിക്ക് തുല്യമായിരിക്കും. എല്ലാത്തിന്റെ വശം ഇത് ഈ ഒരു ത്രികോണത്തിലെ ട്രയാങ്കിൾ എ സി പി എന്ന് പറയുന്ന ട്രയാങ്കിളിലുള്ള വശങ്ങളാണ്. ഇത് ട്രയാങ്കിൾ ബി ഡി പി എന്ന് പറയുന്ന ട്രയാങ്കിളിലുള്ള വശങ്ങളാണ്. അപ്പൊ ഈ വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം തുല്യമായിരിക്കും. അതാണ് നമ്മൾ എന്താണ് സിമിലർ ട്രയാങ്കിൾസ് അല്ലെങ്കിൽ ഈക്വൽ ട്രയാങ്കിൾസ് പഠിക്കുമ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? ഇതൊന്ന് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി എന്ന് പറയാം. ഇനി എന്തൊക്കെയാണ് ഈ പി എ പി ബി? പി എ പി ബി എന്ന് പറയുന്നത് എന്താണ്? മൊത്തത്തിൽ എന്താണ്? ഈ ഒരു കോഡാണ്, ഈ ഒരു ഞാണാണ്. എ ബി എന്ന് പറയുന്ന ഞാണിന്റെ ഈ വശങ്ങൾ പി എ എന്ന് പറയുന്നത് ഇവിടം വരെയുള്ള വശവും പി ബി എന്ന് പറയുന്നത് ഇവിടെ മുതൽ ഇവിടം വരെയുള്ള വശവും അതിന്റെ ഗുണനഫലം എന്ന് പറയുന്നത് അടുത്ത ഇന്റർസെക്ട് ചെയ്യുന്ന കോണായ സി ഡിയുടെ
ഇന്റർസെക്റ്റിംഗ് പോയിന്റിൽ നിന്ന് പി സിയിലേക്കും പി ഡിയിലേക്കുമുള്ള നീളത്തിന്റെ ഗുണനഫലമാണ്. ഇതാണ് നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഇഫ് ടു കോർഡ്സ് ഓഫ് എ സർക്കിൾ ഇന്റർസെക്ട് വിത്തിൻ ദ സർക്കിൾ then the product of the paths of the two chords are equal. എന്ന് വെച്ചാൽ എന്താണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്ന PA into PB is equal to PC into PD. അതായത് ഒരു വൃത്തത്തിലെ രണ്ട് ഞാണുകൾ വൃത്തത്തിനുള്ളിൽ മുറിച്ചു കടക്കുമ്പോൾ രണ്ട് ഞാണുകളുടെയും ഭാഗങ്ങൾ തമ്മിലുള്ള ഗുണനഫലം PAയും PB ഈക്വൽ ടു എന്തായിരിക്കും? തുല്യമാണ് PC into PD. അടുത്ത ഞാണിന്റെ ഭാഗങ്ങൾ തമ്മിലുള്ള ഗുണനഫലത്തിന് തുല്യമായിരിക്കണം. ഇതാണ് നമുക്ക് ഒന്നാമത് പഠിക്കാനുള്ള ഒരു പ്രിൻസിപ്പിൾ. PA into PB is equal to PC into PD. ഇനി ഇതില് നമ്മൾ രണ്ട് ഭാഗങ്ങൾ വെച്ചല്ലോ. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ഇതിൽ ഒരു കൺസ്ട്രക്ഷൻ, അതായത് നമുക്കൊരു വരയ്ക്കാൻ വരുന്നുണ്ട്. അത് വരുന്നത് ചതുരം വരയ്ക്കാനാണ്. ചതുരം വരയ്ക്കാൻ എങ്ങനെയാണ് വരുന്നത്? അതായത് നമ്മളിപ്പോ ആദ്യം കട്ട് ചെയ്തത് ഇതാണ് PAയും PBയും. അപ്പൊ ഈ PA എന്ന് പറയുന്നത് നീളവും PB എന്ന് പറയുന്ന ഇത്രയും ലെങ്ത് ഉണ്ടല്ലോ അത് വീതിയായിട്ട് എടുത്തിട്ട് നമ്മൾ ഇവിടെ ഒരു റെക്ടാംഗിൾ വരയ്ക്കുക. അതായത് ഒരു ചതുരം വരച്ചാല് ആ ചതുരത്തിന്റെ ഏരിയയും നമ്മൾ ഈ PC into PD വെച്ചിട്ട് വരയ്ക്കുന്ന ചതുരത്തിന്റെ ഏരിയയും തുല്യമായിരിക്കും. എന്തുകൊണ്ടാണ്? ചതുരത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? നീളം ഇൻറ്റു വീതിയാണ്. അപ്പൊ ഇത് നീളവും ഇത് വീതിയായിട്ട് എടുത്താലും ഇത് നീളവും ഇത് വീതിയായിട്ട് എടുത്താലും ഗുണനഫലം നമുക്ക് തുല്യമായിട്ടാണല്ലോ കിട്ടുന്നത്. അപ്പൊ ഇങ്ങനെ വരയ്ക്കുന്ന ചതുരവും ഇനി ഈ PC നീളവും PD വീതിയായിട്ട് എടുക്കുന്ന ചതുരവും എന്തായിരിക്കും? തുല്യ ഏരിയ ഉള്ളതായിരിക്കും എന്നാണ് രണ്ടാമത്തെ പഠിത്തം. If two chords of a circle intersect within a circle, then the rectangle formed by the parts of the same chord have equal area. നമ്മൾ ഈ രണ്ട് പാർട്സ് വെച്ചിട്ട് ഏരിയ റെക്ടാംഗിൾ ഫോം ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഏരിയ തുല്യമായിരിക്കും. ഒരു വൃത്തത്തിലെ രണ്ട് ഞാണുകൾ വൃത്തത്തിൽ മുറിച്ചു കിടക്കുമ്പോൾ ഓരോ ഞാണിന്റെയും ഭാഗങ്ങള് വശങ്ങളായ ചതുരങ്ങൾക്ക് ഒരേ പരപ്പളവാണെന്നാണ് ടെക്സ്റ്റിൽ തന്നിരിക്കുന്നത്. അതാണ് ഞാനിവിടെ പറഞ്ഞത്. ഇനി ഇതിപ്പോ നമ്മൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? രണ്ടും രണ്ട് ഞാണുകളാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് എടുക്കുന്നത് ഒന്ന് വ്യാസവും ഒന്ന് വ്യാസം എന്ന് പറയുന്നത് എന്താണ്? ഡയമീറ്റർ എന്ന് പറയുന്നതും ഒരു കോഡാണ്. ഒന്ന് നെക്സ്റ്റ് ആയിട്ട് നമ്മൾ പറയാൻ പോകുന്ന കാര്യം ഇത് തന്നെയാണ്, നമുക്ക് ആവശ്യമുള്ള ഇത് തന്നെയാണ്, ഇതേ പ്രോപ്പർട്ടി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇതിൽ നമ്മൾ ഒരു കോഡ് എന്ന് പറയുന്നത് വൃത്തത്തിന്റെ ഡയമീറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ വൃത്തത്തിന്റെ വ്യാസമായിരിക്കും, സർക്കിളിന്റെ വ്യാസമായിരിക്കും. അപ്പൊ ഇതിൽ ഒരു സർക്കിളിന്റെ ഡയമീറ്റർ ഇതാണ് ഡയമീറ്റർ ആണ്. അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മളൊരു കോഡ് വരയ്ക്കുകയാണ്. അപ്പൊ ഈ പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന കോഡ് എന്തായിരിക്കും? ഇതിനെ ബൈസെക്ട് ചെയ്യും. അപ്പൊ ഇവിടെ മുതൽ എത്രയാണോ ലെങ്ത് അതേ ലെങ്ത് തന്നെയായിരിക്കും ഇവിടെയും. അപ്പൊ ഇവിടെയുള്ള ഡയമീറ്റർ ഞാൻ AB എന്നും ഇത് CD എന്നും പേര് കൊടുത്തു. ഇതാണ് നമ്മുടെ ഇന്റർസെക്റ്റിംഗ് പോയിന്റ് PC. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രകാരം നമ്മൾ എന്തായിരുന്നു? PA into PB is equal to PC into PD ആയിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് ഞാണുകൾ കട്ട് ചെയ്യുമ്പോഴുള്ള ഭാഗങ്ങൾ തമ്മിലുള്ള സമവാക്യം നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഭാഗങ്ങൾ ഈക്വൽ ആണ്. അപ്പൊ ഇവിടെ നമ്മളെ PCയും PD എന്താണ്? ഈക്വൽ ആണ്. കോഡുകള് എന്താണ്? ലംബം സമഭാജകം ചെയ്യുമ്പോൾ ഇത് എന്താണ്? PCയും PDയും ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് PA into PB is equal to എന്ത് പറയാം? PC സ്ക്വയർ എന്ന് പറയാം. PC into PC എന്ന് എഴുതാം, അപ്പൊ PC സ്ക്വയർ എന്ന് എഴുതാം, അല്ലെ PD സ്ക്വയർ എന്ന് എഴുതാം, PD into PD സ്ക്വയർ എന്ന് എഴുതാം. എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. പക്ഷെ ഇതാണ് നമ്മൾ ടെക്സ്റ്റിൽ തന്നിരിക്കുന്നത്. PA into PB is equal to PC സ്ക്വയർ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഇത് വശമായിട്ട് നമുക്കൊരു ചതുരം വരയ്ക്കാന്ന്. PA ഒരു നീളവും PB വീതിയായിട്ട് നമുക്കൊരു എന്ത് വരയ്ക്കാന്ന് പറഞ്ഞിട്ടുണ്ട്? ചതുരം വരയ്ക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അടുത്തത് ചതുരമാണോ നമുക്ക് വരയ്ക്കാൻ പറ്റുക? PCയും PDയും ഈക്വൽ ആയതുകൊണ്ട് തന്നെ എന്തായിരിക്കും നമ്മൾ വരയ്ക്കുന്ന? PC തന്നെയായിരിക്കും രണ്ടിന്റെ ലെങ്ത്തും നീളവും വീതിയും. അപ്പൊ അവിടെ നമുക്ക് വരയ്ക്കാൻ പറ്റുന്നത് സമചതുരം ആയിരിക്കും. ഇത്രയാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ള കാര്യങ്ങള്. The product of the paths into which a diameter of a circle is cut by a perpendicular chord is equal to the square of half the chord. അതായത് ഈ ഒരു
കോഡിന്റെ പകുതിയുടെ സ്ക്വയർ ആയിരിക്കും ഈ ഡയമീറ്റർ കട്ട് ചെയ്യുമ്പോഴേ ഉണ്ടാവുന്നത്. അതായത് വൃത്തത്തിലെ ഒരു വ്യാസത്തിന് അതിന് ലംബമായി ഒരു ഞാൺ മുറിക്കുന്ന ഭാഗങ്ങളുടെ ഗുണനഫലം ഞാണിന്റെ പകുതിയുടെ വർഗമാണ്. ഇനി അതേപോലെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? വൃത്തത്തിലെ ഒരു വ്യാസത്തിന് അതിന് ലംബമായി ഒരു ഞാൺ മുറിക്കുന്ന ഭാഗങ്ങൾ വശങ്ങളായ ചതുരത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് സമചതുരത്തിന്റെ ഞാണിന്റെ പകുതി വശമായ സമചതുരത്തിന്റെ പരപ്പളവിന് തുല്യമാണ്. The area of the rectangle formed of parts into which a diameter of a circle is cut by a perpendicular chord is equal to the area of the square formed by the half the chord. Okay? അപ്പോൾ ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ കൂടുതൽ ക്ലിയർ ആവും. അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ തന്നെ പേജ് നമ്പർ 67 ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. In the picture, chords AB and CD of the circle are extended to meet at P. Prove that the angles of triangle APC and triangle PBD formed by joining AC and BD are the same. Prove that PA into PB is equal to PC into PD. Prove that if PB is equal to PD, then ABDC is an isosceles trapezium. ഇത്രയും കാര്യങ്ങളാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതെന്താ പറഞ്ഞിരിക്കുന്നത്? ചിത്രത്തിൽ ABCD എന്നീ ഞാണുകൾ നീട്ടി P എന്ന ബിന്ദുവിൽ മുട്ടിച്ചിരിക്കുന്നു. ACBD ഇവ യോജിപ്പിച്ച് കിട്ടുന്ന ACBD, അതായത് ആദ്യം നമ്മൾ ACയെയും BDയെയും യോജിപ്പിക്കണം. അങ്ങനെ യോജിപ്പിക്കുമ്പോൾ നമുക്ക് രണ്ട് ട്രയാങ്കിൾ കിട്ടും. ABCയും കിട്ടും, BPDയും കിട്ടും. അങ്ങനെ രണ്ട് ട്രയാങ്കിൾ കിട്ടുമ്പോൾ അതെന്താണ്? PBD എന്നീ ത്രികോണങ്ങളുടെ കോണുകൾ തുല്യമാണെന്ന് തെളിയിക്കുക എന്നാണ് ഒന്നാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? PA into PB is equal to PC into PD എന്ന് തെളിയിക്കുക. PB is equal to PD ആണെങ്കിൽ ABDC എന്ന ചതുർഭുജം സമപാർശ്വ ലംബകമാണെന്ന് തെളിയിക്കുക. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് എടുക്കേണ്ട ത്രികോണങ്ങൾ ഏതൊക്കെയാണ്? രണ്ട് ത്രികോണങ്ങളാണ് തന്നിരിക്കുന്നത്. APC, ഈ ത്രികോണം ട്രയാങ്കിൾ APC. പിന്നെ ഏതാണ് ട്രയാങ്കിൾ? ട്രയാങ്കിൾ PBD, ഈ ട്രയാങ്കിൾ PBD. രണ്ട് ട്രയാങ്കിൾ ആണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതിലെ ആംഗിൾസ് ഒക്കെ തുല്യമാണെന്നാണ് പ്രൂവ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് സിമ്പിൾ ആയിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ഇത് ജോയിൻ ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഒരു ക്വാഡ്രിലേറ്ററൽ കിട്ടി. ഈ ക്വാഡ്രിലേറ്ററലിനെ എന്താ പറയാ? ABDC എന്ന് പറയുന്നത് അതിന്റെ 4 വെർട്ടെക്സും എന്തിലാണുള്ളത്? സർക്കിളിലാണുള്ളത്. അങ്ങനെയുള്ള ക്വാഡ്രിലേറ്ററിന് എന്താ പറയാ? സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ അല്ലെങ്കിൽ ചക്രീയ ചതുർഭുജം എന്ന് പറയും. അങ്ങനെ പറയുമ്പോൾ എന്താണ് അതിന്റെ പ്രത്യേകത? ചക്രീയ ചതുർഭുജത്തിന്റെ പ്രത്യേകത എന്താണ്? എതിർവശങ്ങള് ആഡ് ചെയ്യുമ്പോൾ, ആംഗിളുകൾ ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുക? 180 ഡിഗ്രി കിട്ടണം. ഈ ഒരു ആംഗിൾ ഈ ഒരു ആംഗിൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 കിട്ടും. പിന്നെ എന്താണ് വേറൊരു പ്രത്യേകത ഉണ്ടായിരുന്നു? എന്താണ്? ഇവിടെയുള്ള ആംഗിൾ ഏതാണോ അതാണ് ഓപ്പോസിറ്റിന്റെ എക്സ്റ്റീരിയർ. ഇവിടത്തെ ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് വെർട്ടെക്സിലെ ഇന്നർ ആംഗിൾ ആയിരിക്കും. അപ്പൊ ഇവിടെ ആംഗിൾ C ഈക്വൽ ടു ആംഗിൾ PBD ഈസ് ഈക്വൽ ടു സെയിം ആണെന്ന് പറയാലോ. ആംഗിൾ C ഈക്വൽ ടു, അപ്പൊ നമ്മൾ രണ്ട് ട്രയാങ്കിൾ എടുത്തു. ഈ ട്രയാങ്കിൾ APCയും ട്രയാങ്കിൾ PBDയും. അതില് ആംഗിൾ C ഈസ് ഈക്വൽ ടു ആംഗിൾ PBD ആണല്ലോ ഓപ്പോസിറ്റ് വെർട്ടെക്സിലെ ഇന്നർ ആംഗിൾ. അതേപോലെ എന്താണ് ഇനി അടുത്തത്? ഓപ്പോസിറ്റ് വെർട്ടെക്സ് ഇതാണ്, അതിലെ ഇന്നർ ആംഗിൾ ഈ ആംഗിൾ A ആണ്. അത് ഈസ് ഈക്വൽ ടു ഇവിടുത്തെ ഔട്ടർ ആംഗിൾ ആംഗിൾ A ഈക്വൽ ടു ആംഗിൾ PDB. ക്ലിയർ അല്ലേ? രണ്ടും നമ്മൾ പഠിച്ച തെളിവ് വെച്ചിട്ടാണ്. ഇനി വേറൊരു ആംഗിൾ ഉള്ളത് ഏതാണ്? മൂന്നാമത്തെ ആംഗിൾ ആംഗിൾ P എന്ന് പറയുന്നത്. APC ആയാലും BPD ആയാലും രണ്ടിലും ആംഗിൾ തുല്യമാണ്. ആംഗിൾ APC ഈസ് ഈക്വൽ ടു, രണ്ടും ഒരേ പോയിന്റിലല്ലേ Pയിലാണ് മീറ്റ് ചെയ്യുന്നത്. അത് BPD ഈസ് ഈക്വൽ ടു തുല്യമാണ്. അപ്പൊ നമ്മൾ പ്രൂവ് ചെയ്തല്ലോ, എല്ലാ കോണുകളും തുല്യമാണെന്ന് തെളിയിച്ചു. ഇതിന് രണ്ടിനും കാരണം എന്താണ്? ഇതിന് രണ്ടിനും കാരണം ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് വെർട്ടെക്സിലെ ഇന്നർ ആംഗിളിന് തുല്യമാണ്. ഏത് മൂലയിലെയും പുറം കോൺ എതിർമൂലയിലെ അകക്കോണിന് തുല്യമാണ് എന്നുള്ള ഇത് വെച്ചിട്ട് നമ്മളത് പ്രൂവ് ചെയ്തു. ഇനി അടുത്തത് എന്താണ് ചോദിച്ചിരിക്കുന്നത്? PA by PB. ഇനി മൂന്ന് കോണുകൾ തുല്യമായതുകൊണ്ട് തന്നെ ഇതിന് എന്ത് പറയും? നമുക്ക് എന്ത് ത്രികോണം എന്ന് പറയാം?
ട്രയാങ്കിൾ എ പി സി. ഇത് ഫസ്റ്റത്തെ പ്രൂഫാണ്. ഇനി ഇതിന്റെ സെക്കൻഡ് പ്രൂഫ് എന്ന് പറയുന്നത് എ പി സിയും ട്രയാങ്കിൾ പി ബി ഡിയും സിമിലിയർ ട്രയാങ്കിൾസ് ആണ്. അപ്പൊ സിമിലിയർ ട്രയാങ്കിൾസിന്റെ സിമിലിയർ കോണുകൾക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വശങ്ങൾ ഏതൊക്കെ ട്രയാങ്കിൾ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്? ഈ കോണിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വശം ഏതാണ്? പി എ. അതേപോലെ ഈ കോണിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വശമാണ് പി ഡി. പിന്നെ എന്താണ്? ഈ കോണിന് ഈ കോണിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വശമാണ് പി സി. അതേപോലെ അതിന്റെ തുല്യമായിട്ടുള്ള കോൺ ഇതാണ്, അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വശമാണ് പി ബി. ഓക്കെ, അപ്പോ ഒരേ ത്രികോണത്തില് ഏതൊക്കെയാണ്? പി എ ബൈ പി സി ഈസ് ഈക്വൽ ടു പി എ എന്ന് പറയുന്നത് ഏതാണെന്ന് മനസ്സിലാലോ? ഇതാണ് ഈ കോണിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത്. അതേ കോൺ എന്ന് പറയുന്നത് ഇവിടെ ഇതാണ്, ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് പി ഡി ആണ്. പി ഡി ബൈ പി ബി. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഇതിനെ ഒന്ന് മാറ്റി എഴുതുമ്പോ പി എ ഇൻറ്റു പി ബി ഈസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. ഓക്കെ, രണ്ടാമത്തെ എ പി സിയും എ പി ബി ഡിയും തുല്യ ത്രികോണങ്ങളായതുകൊണ്ട് പി എ ബൈ പി സി ഈസ് ഈക്വൽ ടു പി ഡി ബൈ പി ബി. രണ്ടാമത്തെ ത്രികോണങ്ങളും എന്താണ്? രണ്ടാമത്തെ പ്രൂഫും നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി മൂന്നാമത്തെ എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രൂവ് ദാറ്റ് പി ബി ഈസ് ഈക്വൽ ടു പി ഡി ആണെങ്കിൽ എ ബി ഡി സി ഐസോസിലസ് ട്രപ്പീസിയം ആണെന്നാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. പി ഡി ഈസ് ഈക്വൽ ടു പി ബി ആണെങ്കിൽ, പി ഡിയും പി ബിയും തുല്യമാണെങ്കിൽ എന്താണ്? ഐസോസിലസ് ട്രപ്പീസിയം ആണെന്നാണ് തെളിയിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഐസോസിലസ് ട്രപ്പീസിയത്തിന്റെ പ്രത്യേകത എന്താണ്? അടുത്തടുത്തുള്ള രണ്ട് കോണുകൾ ആഡ് ചെയ്താല് 180 കിട്ടണം. അപ്പൊ ഇവിടെ നമുക്ക് എന്തറിയാം? പി എയും പി ബിയും ഈക്വൽ ആണെങ്കിൽ, അല്ലെങ്കിൽ പി ഡിയും പി ബിയും ഈക്വൽ ആണെങ്കിൽ എന്തായിരിക്കും? അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കോണുകളും തുല്യമായിരിക്കും. അപ്പൊ ഈ കോണ് തുല്യമായിരിക്കും, ഈ കോണും ഓപ്പോസിറ്റ് ആയിട്ടുള്ള വശങ്ങൾക്കെതിരെയുള്ള കോണുകള് തുല്യമായിരിക്കും. അപ്പൊ ആംഗിൾ പി ബി ഡി ഇസ് ഈക്വൽ ടു എന്താണ്? ഇനി മൂന്നാമത്തെ പ്രൂഫ് എന്ന് പറയുന്നത് പി ബി ഇസ് ഈക്വൽ ടു പി ഡി ആവുമ്പോ ആംഗിൾ പി ബി ഡി ഇസ് ഈക്വൽ ടു ആംഗിൾ പി ഡി ബി. ഇനി പി ബി ഡി എന്ന് പറയുന്നത് എന്താണ്? ഇസ് ഈക്വൽ ടു എന്ത് പറയാം? വിച്ച് ഇസ് ഈക്വൽ ടു ആംഗിൾ സി ഇസ് ഈക്വൽ ടു ആംഗിൾ എ. അങ്ങനെ നമുക്കിവിടെ ഇത് രണ്ടും തുല്യമാണെന്ന് കിട്ടി. അപ്പൊ ഇവിടെ എക്സ് ആണെങ്കിൽ ഇതും എക്സ് ആണെന്ന് കിട്ടി. ഇനി എന്താണ് നമുക്ക് വേണ്ടത്? അടുത്തടുത്തുള്ള കോണുകൾ, ഈ രണ്ട് കോണുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 കിട്ടണം എന്നാണ് പറയുന്നത്. അപ്പോ ആംഗിൾ സി പ്ലസ് ആംഗിൾ ഡി ബി എ എത്രയാണ്? 180 ആണ്. അപ്പോ ഇവിടെ നമുക്ക് എന്ത് പറയാം? ഇത് 180 മൈനസ് എക്സ് ആണെന്ന് പറയാലോ. അപ്പൊ ആംഗിൾ ഡി ബി എ ഇസ് ഈക്വൽ ടു 180 മൈനസ് എക്സ്. ഇനി ആംഗിൾ ഡി ബി എയും ആംഗിൾ ഡി എയും കൂടെ ആഡ് ചെയ്താൽ എന്താ വരിക? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ 180 മൈനസ് എക്സും പ്ലസ് എക്സും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 വരും. അതായത് അടുത്തടുത്തുള്ള രണ്ട് ആംഗിളുകൾ ആഡ് ചെയ്തപ്പോ 180 കിട്ടി. ഇനി സമപാർശ്വലംബകമാവാൻ വേണ്ടിയിട്ട് വേറൊരു കാര്യം എന്താണ്? രണ്ടും പാരലൽ ആയിരിക്കേണ്ടത്, രണ്ട് സൈഡുകൾ. ഇവിടെ എ സി പാരലൽ ടു ഏതാണെന്ന് അറിയാം? ബി ഡി ആണെന്ന് അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഹൻസ് ദ പ്രൂഫ് ഇത് അടുത്തടുത്തുള്ള രണ്ട് കോണുകൾ ആഡ് ചെയ്തപ്പോൾ 180 കിട്ടി. എ സിയും ബി ഡിയും പാരലൽ ആയതുകൊണ്ട് തന്നെ എ ബി ഡി സി ആണ് ഐസോസിലസ് ട്രപ്പീസിയം. ക്ലിയർ? Second question, draw a rectangle of width 5 cm and height 3 cm. Draw a rectangle of the same area with width 6 cm. Draw a square of the same area. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? ആദ്യം നമ്മളോടൊരു 5 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ വീതിയുള്ള ചതുരം വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ആദ്യം സ്കെയിൽ എടുക്കുക, 5 സെന്റിമീറ്റർ മാർക്ക് ചെയ്യാം. 5 സെന്റിമീറ്റർ സ്കെയിൽ എടുത്തിട്ട് അളന്ന് വരയ്ക്കുക. 5 സെന്റിമീറ്റർ, അതിന് നമ്മൾ എ ബി എന്ന് പേര് കൊടുക്കാം. പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ നീളം 5 സെന്റിമീറ്റർ ആണ്, വീതി 4 സെന്റിമീറ്റർ ആണ്. പ്രൊട്രാക്ടർ വെച്ച് 90 ഡിഗ്രി എടുത്തിട്ട് 4 സെന്റിമീറ്റർ വീതിയിൽ എല്ലാവരുടെയും 90 ഡിഗ്രി തന്നെ മാർക്ക് ചെയ്തിട്ട്, അല്ലെങ്കിൽ എന്താണ് കോമ്പസ് എടുത്തിട്ട് ഇവിടെ 5 സെന്റിമീറ്റർ എടുക്കുക.
ഇവിടെ 4 സെന്റിമീറ്റർ പ്രൊട്ടാക്ടർ വെച്ച് വരയ്ക്കുക. എന്നിട്ട് ആ 5 സെന്റിമീറ്റർ ഇവിടെ വരയ്ക്കുക. അതേപോലെ 4 സെന്റിമീറ്റർ വരയ്ക്കുക. അങ്ങനെയൊക്കെ വരച്ചിട്ട് ചതുരം വരയ്ക്കുക. എൻ്റെ കയ്യിൽ ഇപ്പോൾ ടൂൾസ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ വരച്ച് കാണിക്കുന്നത്. പിന്നെ നമ്മളോട് എന്താണ് പറഞ്ഞിരിക്കുന്നത്, അടുത്ത ചതുരത്തിന്റെ നീളം എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ അതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇവിടെ സി എന്നുള്ള പോയിന്റ് 6 സെന്റിമീറ്റർ മാർക്ക് ചെയ്തു. അപ്പൊ ഇതിന്റെ നീളം 1 സെന്റിമീറ്റർ കൂടിയാണ് ആഡ് ചെയ്തത്. ഇനി ഇത് അടുത്ത വരയ്ക്കാനുള്ളത്, നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഏതാണ്, നമ്മുടെ സമവാക്യം ഉണ്ടായിരുന്നല്ലോ, പി എ ഇൻറ്റു ആ ഒരു ഇക്വേഷൻ, ഞാണുകൾ തമ്മിലുള്ള ഇക്വേഷൻ വെച്ചിട്ടാണ് പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി ആണ്. അതായത് ഇവിടെ 5 ഇൻറ്റു ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 5ഉം 4ഉം ആണ്. 5 ഇൻറ്റു 4 ഇസ് ഈക്വൽ ടു 6 ഇൻറ്റു സംതിങ് ആണ്. അപ്പൊ ആ ഒരു സംതിങ് നമുക്ക് അറിയില്ല, എക്സ് അറിയില്ല. ഇത് ഇവിടെ 20 വേണം. 20/60 ചെയ്യുമ്പോൾ ഒരു കറക്റ്റ് പോയിന്റ് നമുക്ക് സ്കെയിലിൽ വെച്ച് മാർക്ക് ചെയ്യാൻ കിട്ടില്ല. അതുകൊണ്ട് ആ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഇതേ ഏരിയ തന്നെയായിരിക്കും നമ്മൾ എന്ത് വെച്ചിട്ട് വരയ്ക്കുന്നത്, അടുത്ത ഞാണിന്റെ വശങ്ങൾ വെച്ചിട്ട് വരയ്ക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഇവിടുന്ന് അടുത്ത കൺസ്ട്രക്ട് ചെയ്യാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഇവിടുന്ന് 3 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ തന്നിരിക്കുന്നത് ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുക. 4 സെന്റിമീറ്റർ ഇങ്ങോട്ടേക്കും വരയ്ക്കുക. ഇവിടെ 4 സെന്റിമീറ്റർ. ഓക്കെ, ഇതിന് ഞാൻ എ ബി സി ഡി എന്നുള്ള പോയിന്റ് ഇട്ടു. ഇത് എഫ് എന്നുള്ള ഇ എന്നുള്ള പോയിന്റ് ഇട്ടു. ഇവിടെ എഫ് എന്ന പോയിന്റ് വരച്ചു. ഇനി നമുക്ക് വേണ്ടത് ഇവിടെ നിന്നും ഇത് എത്രയാണ്, 6 സെന്റിമീറ്റർ ആണ്. ഇത് ടോട്ടൽ 6 സെന്റിമീറ്റർ ആണ്. ആ ഒരു 6 സെന്റിമീറ്റർ നമ്മൾ താഴേക്ക് മാർക്ക് ചെയ്യാണ്. ഈ ഒരു പോയിന്റിലേക്ക് 6 സെന്റിമീറ്റർ. അടുത്ത ചതുരത്തിന് നമുക്ക് 6 സെന്റിമീറ്റർ എന്ത് വേണം, നീളം വേണം. അപ്പൊ ആ ഒരു 6 സെന്റിമീറ്റർ നമ്മൾ താഴേക്ക് വരച്ചു. ഇനി ഈ 3 പോയിന്റിൽ കൂടെ കടന്നു പോകുന്ന ഒരു സർക്കിൾ വരയ്ക്കണം. അങ്ങനെ ഒരു സർക്കിൾ വരയ്ക്കുക എന്ന് പറയുമ്പോൾ എന്നാലും നമുക്ക് സർക്കിളിന്റെ മിഡ് പോയിന്റ് എവിടെ വെച്ചിട്ട് കുത്തി വരയ്ക്കണം എന്ന് മനസ്സിലാവട്ടെ, ഈ 3 പോയിന്റിലും കൂടെ കടന്നു പോകുമ്പോൾ. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇതിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ട്രയാങ്കിൾ കിട്ടും. ഓക്കെ, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കിട്ടിക്കഴിഞ്ഞാൽ ട്രയാങ്കിളിന്റെ 2 വശമാണ് ഇവിടെ ഞാൻ എഫ് ജി എന്നുള്ള പേര് കൊടുക്കുകയാണ്. ഇവിടെയുള്ള ഈ 2 വശത്തിന്റെയും എങ്ങനെയാണ് നമ്മൾ മിഡ് പോയിന്റ് കണ്ടുപിടിക്കുക, നമ്മൾ പകുതിയിലധികം എടുത്ത് ഇവിടെ മാർക്ക് ചെയ്തു, ഇവിടെ മാർക്ക് ചെയ്തു. ഇവിടുന്നും അതേപോലെ കോമ്പസ് എടുത്തിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യും, ഇങ്ങനെയും മാർക്ക് ചെയ്യും. എന്നിട്ട് അത് ജോയിൻ ചെയ്ത് വരയ്ക്കുക. അതേപോലെ ഈ സൈഡിലും പകുതിയിലധികം എടുത്തിട്ട് ഇങ്ങനെയും മാർക്ക് ചെയ്തു, ഇങ്ങനെയും മാർക്ക് ചെയ്യും. അതേപോലെ ഇവിടുന്നും ഇങ്ങോട്ടേക്കും എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനെയും ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു പോയിന്റ് കിട്ടും. ആ ഒരു പോയിന്റിൽ കുത്തിയിട്ട് നമ്മൾ സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ ആ ഒരു സർക്കിള് ഈ 3 പോയിന്റിനെയും കട്ട് ചെയ്തിട്ട് വരയ്ക്കും. പക്ഷേ ഡിയിലല്ല, ഡിയിലേക്കാളും താഴെ കൂടിയാണ് വരയിൽ പോവുക. അപ്പൊ ഏകദേശം ഇങ്ങനെയാണ് സർക്കിൾ ഉണ്ടാവുക. ഇത് ഞാൻ റഫായിട്ട് വരയ്ക്കുന്നത് കൊണ്ടാണ്, കാര്യം നിങ്ങൾക്ക് മനസ്സിലായാലും. ആദ്യം നമ്മൾ സ്ക്വയർ റെക്ടാങ്കിൾ വരയ്ക്കുക. 5 സെന്റിമീറ്റർ നീളവും 4 സെന്റിമീറ്റർ വീതിയുള്ള റെക്ടാങ്കിൾ വരയ്ക്കുക. എന്നിട്ട് 5 സെന്റിമീറ്ററിൽ നിന്നും 1 സെന്റിമീറ്റർ നീളം കൂടുതൽ വരച്ച് 6 സെന്റിമീറ്റർ ആക്കി. അതേപോലെ ഇങ്ങോട്ടേക്ക് നമ്മൾ 4 സെന്റിമീറ്റർ വീതി എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു. ഇനി ഈ 5 സെന്റിമീറ്റർ തന്നെ താഴേക്ക് വരച്ചു. എന്നിട്ട് ആ 3 പോയിന്റുകൾ കൂട്ടി യോജിപ്പിച്ചൊരു ത്രികോണം വരച്ചു. ആ ത്രികോണത്തിന്റെ പരിവൃത്ത ആരം കണ്ടുപിടിക്കുന്നതാണ് ഇത്. ഇങ്ങനെ അതിന്റെ ഒരു 2 സൈഡിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിച്ചിട്ട് ആ മിഡ് പോയിന്റിൽ കുത്തിയിട്ട് നമ്മളൊരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എച്ച് എന്ന പോയിന്റ് വരും. ആ ഒരു എച്ച് എന്ന പോയിന്റ് നമ്മൾ നീട്ടി വരച്ചിട്ട് ഇവിടേക്ക് കുത്തിയിട്ട് ഈ 6 സെന്റിമീറ്റർ വെച്ചാൽ ഈ 6ഉം ഈ വീതിയും കൂടെ കറക്റ്റ് ഇതേ പരപ്പളവ് തന്നെയായിരിക്കും. അതായത് ഒരു ചതുരത്തിന്റെ പരപ്പളവ് നമ്മൾ വരയ്ക്കുമ്പോൾ അതിന്റെ നീളം കൂട്ടുകയാണെങ്കിൽ സെയിം പരപ്പളവിന് വേണമെങ്കിൽ വീതി കുറയണം. ആ ഒരു കണ്ടീഷനിലാണ് ഇവിടെ ചെയ്തത്. അപ്പൊ നിങ്ങൾ ചെയ്ത് നോക്കുക. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടാം. അപ്പൊ ഞാൻ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ഒന്ന് വരച്ചു തരാം. ഇനി നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഇതേ പരപ്പളവുള്ള സമചതുരം വരയ്ക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യാം, ഇതില് വരയ്ക്കേണ്ടത് 5 സെന്റിമീറ്റർ നീളവും 4 സെന്റിമീറ്റർ വീതിയുള്ള ചതുരം വരയ്ക്കണം. എന്നിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതേ പരപ്പളവുള്ള സമചതുരം വരയ്ക്കാനാണ്. അപ്പൊ 5 സെന്റിമീറ്റർ ആണ് അതിന്റെ നീളം, 4 സെന്റിമീറ്റർ ആണ് അതിന്റെ വീതി. അപ്പൊ നമ്മൾ ആദ്യം
9 സെന്റിമീറ്റർ നീളമുള്ള ഒരു രേഖ വരയ്ക്കാം. ചതുരം വേണമെങ്കിൽ വരയ്ക്കാം, വരയ്ക്കാതിരിക്കാം, അത് കുഴപ്പമില്ല. ടെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന പ്രകാരം വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചതുരം ഇവിടെ വരച്ചിരിക്കാം. ഇത് 5 സെന്റിമീറ്റർ ആണ്, ഇത് 4 സെന്റിമീറ്റർ ആണ്, ബാക്കിയുള്ള 4 സെന്റിമീറ്റർ ആണ് ഇത്. അപ്പൊ ഇവിടെ ഞാൻ പേര് കൊടുക്കുകയാണ് എ ബി സി ഡി. ഇതിന് ഇ എന്നുള്ള പേര് കൊടുത്തു. ഇനി ഈ 4ഉം 5ഉം 9 സെന്റിമീറ്ററിന്റെ സെന്റർ, അതായത് ഈ ഒരു പോയിന്റിൽ അങ്ങനെയായിട്ട് നമ്മൾ സെന്റർ വരും. ഏകദേശം 4.5 എന്ന് പറയുമ്പോൾ ഈ അടുത്തിട്ടായിട്ടാണ് വരിക, സെന്റർ വരും. ആ ഒരു സെന്ററിനെ നമ്മൾ ഒ എന്നുള്ള പോയിന്റ് കൊണ്ട് മാർക്ക് ചെയ്തു. ഇനി ഒ വൃത്തത്തിന്റെ കേന്ദ്രമായിട്ട് ഒരു സർക്കിൾ വരയ്ക്കുക. വൃത്തത്തിന്റെ കേന്ദ്രം ഒയും പിന്നെ ഈ ഒരു പോയിന്റിൽ കൂടെ മീറ്റ് ചെയ്തിട്ടുള്ള ഇതായിരിക്കും ഇതിന്റെ ഡയമീറ്റർ. അതിങ്ങനെ വരുന്ന ഒരു സർക്കിൾ വരയ്ക്കുക. ആ സർക്കിളിലേക്ക് നമ്മൾ ഇതിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക. ഇതെവിടെ കൂട്ടിമുട്ടുന്നോ അതാണ് നമ്മുടെ സമചതുരത്തിന്റെ നീളവും വീതിയും. ആ ഒരു നീളം തന്നെ നമ്മൾ ഇവിടുന്ന് എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യുക. അത് തന്നെ ഇവിടുന്ന് എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യുക. അങ്ങനെ നമ്മൾ വരയ്ക്കുന്ന ഈ ഒരു സമചതുരം VEFC ആയിരിക്കും നമ്മുടെ റിക്വയർഡ് ഇതേ ഏരിയയുള്ള സമചതുരം. ഇത് വരച്ചു നോക്കുക. ഞാൻ ഈ വരച്ചതിന്റെ ഷേപ്പ് ഒന്നും ഇല്ല, സർക്കിൾ ഒന്നും ഇല്ല, എലിപ്സ് പോലെയാണുള്ളതെന്നൊക്കെ എനിക്കറിയാം. അപ്പോ നിങ്ങൾ നോക്കിയിട്ട് വരച്ചു നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. ഇനി തേർഡ് ക്വസ്റ്റ്യൻ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. 15 ചതുരശ്ര സെന്റിമീറ്റർ പരപ്പളവുള്ള സമചതുരം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 15 ചതുരശ്ര സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് നീളവും വീതിയും അറിയില്ല. നീളവും വീതിയും തുല്യമാണ്. അപ്പൊ 5 അതിന് നമുക്കറിയില്ല. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, 15നെ ഒന്ന് ഫാക്ടറൈസ് കഴിഞ്ഞാൽ നമുക്ക് 5ഉം 3ഉം ആയിട്ട് നീളം 5ഉം 3 വീതിയായിട്ട് എടുക്കാം. അപ്പൊ നമ്മളിപ്പോ ചെയ്തതുപോലെ തന്നെ നീളം 5ഉം 3 വീതിയുള്ള ചതുരം വരയ്ക്കണം എന്നില്ല. ചതുരം വരയ്ക്കാൻ പറയാത്തതുകൊണ്ട് ടോട്ടൽ 5 + 3 8 സെന്റിമീറ്റർ നീളത്തില് രേഖ വരയ്ക്കുക. എ ബി എന്ന് പേര് കൊടുക്കുക. എന്നിട്ട് എ ബിയുടെ സെൻട്രലായിട്ട് എന്താണ് ഒ എന്നുള്ള, എ ബിയുടെ സെന്റർ 4 സെന്റിമീറ്ററിൽ നമ്മൾ ഒ എന്നുള്ള പോയിന്റ് ഇറക്കിയ. ഇവിടെ 5 സെന്റിമീറ്ററിൽ സി എന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്തു. അല്ലെങ്കിൽ 5 സെന്റിമീറ്ററിൽ നമുക്ക് വേണമെങ്കിൽ ബി എന്ന് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ സി എന്ന് മാർക്ക് ചെയ്യും. എങ്ങനെ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് പേര് കൊടുക്കുന്നതൊക്കെ. അപ്പൊ ഇത് 5 സെന്റിമീറ്റർ ആണ്. ഇവിടെ മുതൽ ഇവിടം വരെ 5 സെന്റിമീറ്റർ ആണ്. ഇത് ബാക്കിയുള്ള 3 സെന്റിമീറ്റർ ആണ്. ഇതെന്ന് പറയുന്നത് 4 സെന്റിമീറ്ററിലാണ്. അപ്പൊ ഈ 4 സെന്റിമീറ്റർ ഡയമീറ്റർ ആയിട്ട് നമ്മൾ ചതുരം വരയ്ക്കാം. ഈ ബിയില് പെർപെൻഡിക്കുലർ വരയ്ക്കാം. ബിയിൽ നിന്ന് എത്രയാണോ ഇവിടെ സർക്കിളിൽ മീറ്റ് ചെയ്യുന്നത് ആ ഒരു പോയിന്റില് ഇതിലേക്ക് മാർക്ക് ചെയ്യാം. ഇവിടെയും മാർക്ക് ചെയ്യാം. എല്ലാ നീളവും വീതിയും ഒരേപോലെ ആയിരിക്കണം. അങ്ങനെ കിട്ടുന്ന ചതുരത്തിന്റെ സമചതുരത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് PA × PB. PA × PB എന്ന് പറയുന്നത് എന്താണ്? PA എന്ന് പറയുന്നത് ഇതാണ്, PC എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ P എന്ന് കൊടുത്താണ് PA × PC. PB കൊടുക്കുകയാണെങ്കിൽ PC². ഇതായിരിക്കും PC എന്ന് പറയുന്ന നമ്മുടെ സൈഡ്. ക്ലിയർ ആണല്ലോ. ഇനി 4ാമത്തെ ക്വസ്റ്റ്യനും ഇതേപോലെ 5 ചതുരശ്ര സെന്റിമീറ്റർ പരപ്പളവുള്ള ഒരു സമചതുരം 3 വ്യത്യസ്ത രീതികളിൽ വരയ്ക്കാന്നാണ്. അപ്പോൾ 5 ചതുരശ്ര സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് 5 നീളവും 1 വീതിയും ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് സമചതുരത്തിൻ്റെത് 5 ചതുരശ്ര സെന്റിമീറ്റർ സ്ക്വയർ ആണ് അതിന്റെ ഏരിയ എന്ന് പറയാം. അപ്പൊ ടോട്ടൽ നമ്മൾ എന്ത് ചെയ്യാം, 6 സെന്റിമീറ്റർ വരച്ചിട്ട് ഇതേപോലെ തന്നെ 6 സെന്റിമീറ്റർ വരയ്ക്കാം. 5 സെന്റിമീറ്ററിൽ മാർക്ക് ചെയ്യുക. 6ന്റെ പകുതി 3ൽ വെച്ചിട്ട് സർക്കിൾ വരയ്ക്കുക. 5ല് പെർപെൻഡിക്കുലർ വരയ്ക്കുക. എവിടെയാണോ ഇതുള്ളത് അത് വെച്ചിട്ട് നമ്മൾ സമചതുരം വരയ്ക്കാം. ഓക്കെ. ഇനി ഇത് 3 വ്യത്യസ്ത രീതികളിൽ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നമ്മളോട് പൈതഗോറസ് സിദ്ധാന്തം ഓർക്കുക. എന്തായിരുന്നു പൈതഗോറസ് തിയറം? പൈതഗോറസ് തിയറം പറയുന്നത് കർണം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ അല്ലെങ്കിൽ പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഇസ് ഈക്വൽ ടു കർണം സ്ക്വയർ എന്നാണ്. ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടനസ് സ്ക്വയർ. അപ്പൊ നമുക്ക് കർണം സ്ക്വയർ എന്ന് പറയുന്നത് 5 ആണ് ഇവിടെ തന്നിരിക്കുന്നത്. കർണം സ്ക്വയർ 5 ഇട്ടണമെങ്കിൽ കർണം എന്തായിരിക്കും? √5 ആയിരിക്കും. അങ്ങനെ √5 വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? √5 എന്ന് പറയുന്നതിനെ നമ്മളൊന്ന് പിരിച്ചെഴുതുകയാണെങ്കിൽ 4 + 1 എന്ന് എഴുതാം. അതാണ് പൂർണ്ണസംഖ്യകളുടെ ഇതാക്കിയിട്ട് എഴുതുമ്പോൾ. അപ്പൊ 2² + 1² എന്ന് എഴുതാം. അപ്പോഴാണ് നമുക്ക്
കർണം എന്ന് പറയുന്നത് √5 കിട്ടുള്ളൂ. കർണം 5 കിട്ടണമെങ്കിൽ, കർണം സ്ക്വയർ 5 കിട്ടണമെങ്കിൽ കർണം എന്ന് പറയുന്നത് √5 ആയിരിക്കും. അപ്പൊ പാദത്തിന്റെ അളവ് എന്തായിരിക്കണം? 2 സ്ക്വയറും 1 സ്ക്വയറും ആകുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? √5 കിട്ടുന്നത്. അപ്പൊ 2ഉം 1, പാദത്തിന്റെ അളവ് 2ഉം ലംബത്തിന്റെ അളവ് 1 ആയിട്ടുള്ള എന്ത് വരയ്ക്കാം നമുക്ക്? പാദം 2 സെന്റിമീറ്റർ, ലംബം 1 സെന്റിമീറ്റർ ആയിട്ടുള്ള ലൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വരച്ചു കഴിഞ്ഞാൽ അതിന്റെ കർണം എന്ന് പറയുന്നത് √5 ആയിരിക്കും. കർണം സ്ക്വയർ എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പൊ ഇതാണ് 5 സെന്റിമീറ്റർ എന്ന് പറയുന്ന നമ്മുടെ സമചതുരത്തിന്റെ നീളം അല്ലെങ്കിൽ വീതി എന്ന് പറയും. അപ്പൊ ഇനി ഇവിടെ നിന്ന് 90 ഡിഗ്രി എടുത്തിട്ട് വരച്ചിട്ട് ആ 90 ഡിഗ്രിയിൽ ഈ സെയിം അളവ് മാർക്ക് ചെയ്യുക. അതേപോലെ ഇവിടെയും സെയിം അളവ് മാർക്ക് ചെയ്യുക. അത് √5ൻ്റെതാണ്. √5 × √5 ആണ് എന്താ വരിക? നമ്മുടെ അളവ് 5 സ്ക്വയർ, അതായത് 5 സെന്റിമീറ്റർ സ്ക്വയർ വരിക. അങ്ങനെയാണ് നമ്മുടെ സമചതുരം കിട്ടുക. ഇനി നമ്മളോട് 3 രീതിയിൽ പറഞ്ഞു. അപ്പൊ ഒന്നാമത്തെ രീതി ഇത്, രണ്ടാമത്തെ രീതി ഇതാണ്. ഇനി മൂന്നാമത്തെ രീതി എങ്ങനെ വരയ്ക്കും? മൂന്നാമത്തെ രീതി ഇതേപോലെ തന്നെ നമുക്ക് വരയ്ക്കാം. നമ്മള് പഠിച്ചിട്ടുണ്ട് വികരണം. സമചതുരത്തിന്റെ വികരണം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. d1 സ്ക്വയർ പ്ലസ് d2 സ്ക്വയർ ആയിരിക്കും. √d1 സ്ക്വയർ പ്ലസ് d2 സ്ക്വയർ ആയിരിക്കും ഈ സമചതുരത്തിന്റെ വികരണം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മള് 5 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ √5 പ്ലസ് √5 സ്ക്വയർ. √5 ആണ് വികരണം. അങ്ങനെയാകുമ്പോ എന്ത് വരും? 5 പ്ലസ് 5 സ്ക്വയർ റൂട്ട് ഓഫ് 10 ആണ് നമ്മുടെ വികരണത്തിന്റെ അളവ് വരിക. അങ്ങനെ ഒരു 10 വികരണം വരുന്ന ഇതേപോലെ തന്നെ വരയ്ക്കുക. 10 വരണം എന്ന് പറയുമ്പോൾ നമുക്ക് 10നെ 9 പ്ലസ് 1 എന്ന് എഴുതാം, 3 പ്ലസ് 1 എന്ന് എഴുതാം. അപ്പൊ 3 നീളവും 1 വീതിയുമായിട്ടുള്ള വരച്ചു കഴിഞ്ഞാല് അതിന്റെ വികരണം ഇങ്ങനെ വരും. കർണം എന്ന് പറയുന്ന സംഭവം ഇങ്ങനെ വരും. ആ കർണത്തിൽ നിന്നും 10ൽ നിന്നും ഇങ്ങനെ വരച്ചു കഴിഞ്ഞാല് ഇതുപോലെ വരയ്ക്കാം. അല്ലെ 3 സെന്റിമീറ്റർ സാധാരണ രീതിയിൽ നമുക്ക് സമചതുരം ഏത് മെത്തേഡിലും, നിങ്ങൾക്ക് സ്കൂളിൽ പറയുന്ന ഏത് മെത്തേഡിലും വരയ്ക്കാം. ഇങ്ങനെയൊക്കെ വരയ്ക്കാം, പല രീതിയിലും വരയ്ക്കാവുന്നതാണ്. വരയ്ക്കാനുള്ള ഡ്രോയിങ് കൺസ്ട്രക്ഷൻ ഞാൻ ഒന്നുകൂടെ ലാസ്റ്റ് എക്സാം പഠിപ്പിച്ചൊന്ന് എടുക്കുന്നതായിരിക്കും. ഇപ്പൊ എന്റെ കയ്യിൽ ടൂൾസ് ഇല്ലാത്തത് കൊണ്ട് ഇത്രയും അധികം വൃത്തിയായിട്ട് വരയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആവുന്നുണ്ടോ എന്ന് എനിക്കും ഡൗട്ട് ഉണ്ട്. അപ്പൊ അത്രയും ആണ് നമ്മൾ വരയ്ക്കാനുള്ളത്. തൽക്കാലം അവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഇനി 5th question. In the picture, a line through the center of a circle cuts the chord into 2 parts. What is the radius of the circle എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വൃത്തത്തിന്റെ ആരാണ് ചോദിച്ചിരിക്കുന്നത്. കോഡ് വരച്ചു. ഇങ്ങനെയാണ് നമ്മുടെ ചിത്രം തന്നിരിക്കുന്നത്. അപ്പോ ആ ഒരു പോയിന്റിന് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇടാം. O എന്നുള്ളതാണ് ഇത് സെന്റർ, ഇത് AB എന്നുള്ള കോഡ്. ഇനി ഇതിന് ജോയിൻ ചെയ്ത് ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട റേഡിയസ്. കണ്ടുപിടിക്കാനുള്ളത് ഇതാണ്. പക്ഷെ നമ്മൾ ആദ്യം ഈ സെന്ററിൽ നിന്നും ഒരു ലൈൻ വരച്ചു. ഇവിടെ ഞാൻ M എന്നുള്ള പോയിന്റ്, P എന്നുള്ള പോയിന്റ് കൊടുത്തു. ഇനി ഇവിടെ M എന്നുള്ള പോയിന്റ് കൊടുത്തു. ഇനി ഇത് ടോട്ടൽ ഇവിടുന്ന് മുതൽ ഇങ്ങോട്ടേക്ക് 4 സെന്റിമീറ്റർ ആണ്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 6 സെന്റിമീറ്റർ ആണ്. ഇതെന്ന് പറയുന്നത് 5 സെന്റിമീറ്ററിലാണ് ഉള്ളത്. ഓക്കെ, ഇത് മിഡ് പോയിന്റ് അല്ലേ? ടോട്ടൽ 10ൻ്റെത് മിഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ 5 സെന്റിമീറ്റർ ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഇതിന്റെ തമ്മിലുള്ള ഗ്യാപ്പ് എത്ര ആയിരിക്കും? 1 സെന്റിമീറ്റർ ആയിരിക്കും അല്ലെ? അപ്പൊ ഇനി ഈ 1 സെന്റിമീറ്റർ നമുക്കറിയാം. ഇത് എത്രയാണെന്ന് അറിയാം. ഇതിന്റെ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട്, 5 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കാലോ. അപ്പോ MOP എന്ന് പറയുന്ന ട്രയാങ്കിളില് OP is equal to എന്ത് പറയാം? കർണം സ്ക്വയർ. ഇത് പാദം ലംബം സ്ക്വയർ ആണ്. ലംബം സ്ക്വയർ എന്ന് പറയുന്നത് ലംബം സ്ക്വയർ is equal to root of അല്ലെങ്കിൽ കർണം സ്ക്വയർ 5 സ്ക്വയർ മൈനസ് എന്താണ് 1 സ്ക്വയർ എന്ന് പറയാം. 25 മൈനസ് 1 is equal to 24 ആണ് OP സ്ക്വയർ എന്ന് പറയുന്ന സാധനം. OP സ്ക്വയർ അത് ഞാൻ അവിടെ OP എന്ന് പറയുന്നത് ഇതാണ്. ഇനി അടുത്ത ത്രികോണം നമ്മൾ എടുക്കുന്നത് OP സ്ക്വയർ അതേപോലെ അവിടെ വെച്ചു. അടുത്ത ത്രികോണം എന്ന് പറയുന്നത് APO ട്രയാങ്കിൾ AOP എങ്ങനെ എടുത്താലും കുഴപ്പമില്ല. APO AOP എങ്ങനെ എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഇത് എത്രയാണെന്ന് അറിയാം.
ഇത് 5 സെന്റിമീറ്റർ ആണെന്നറിയാം. ഓക്കെ, AP 5 സെന്റിമീറ്റർ ആണ്. പിന്നെ നമുക്കറിയുന്നത് ഇത് 24 റൂട്ട് 24 ആണ്. OP സ്ക്വയർ എന്ന് പറയുന്നത് 24 ആണ്. അപ്പൊ ഈ ബേസും ഈ ഹൈറ്റും അറിയാമെങ്കിൽ കർണം സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? കർണം സ്ക്വയർ, അതായത് OA സ്ക്വയർ ഇസ് ഈക്വൽ ടു പാദം സ്ക്വയർ. എന്തായിരിക്കും? പാദം എന്ന് പറയുന്നത് 5 സ്ക്വയർ പ്ലസ് OP സ്ക്വയർ എന്ന് പറയുന്നത് 24 ആണ്. അപ്പൊ 25 പ്ലസ് OP സ്ക്വയർ തന്നെയാണ് നമ്മളിവിടെ കണ്ടിരുന്നത്. അതുകൊണ്ട് 24 സ്ക്വയർ കാണേണ്ട ആവശ്യമില്ല, OP സ്ക്വയർ കിട്ടും. അപ്പൊ 25 പ്ലസ് 24 ഇസ് ഈക്വൽ ടു 9, 49 കിട്ടും. Therefore OA is equal to എന്താ പറയാം? റൂട്ട് ഓഫ് 49 is equal to 7. അപ്പൊ ഏരിയ നമുക്ക് 7 സെന്റിമീറ്റർ കിട്ടി. ക്ലിയർ ആയല്ലോ? ഒന്നുമില്ല, നമ്മൾ മുമ്പ് ചെയ്യുന്ന ഒരേ കാര്യങ്ങൾ തന്നെയാണ്. 2 ത്രികോണങ്ങളാക്കി മാറ്റിയിട്ട് ഒരു ത്രികോണത്തിൽ നിന്ന് ഒരു വശം കണ്ടുപിടിച്ചു, ആ വശം ഇട്ട് കൊടുത്തിട്ട് മറ്റേ ത്രികോണത്തിൽ നിന്നും കണ്ടുപിടിച്ചു. ഇനി ഈ ചാപ്റ്ററിൽ ഞാൻ ഈ വീഡിയോ കുറച്ച് ലെങ്ത് കൂടുതലാണ്, എന്നാലും ഞാൻ ഈ ചാപ്റ്റർ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് എടുക്കാണ്. നമ്മളോട് ടോട്ടൽ 13 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. AB തന്നിട്ടുണ്ട്, O തന്നിട്ടുണ്ട്. നമുക്ക് തന്നിരിക്കുന്ന ആരം 7 സെന്റിമീറ്റർ ആണെന്നും തന്നിട്ടുണ്ട്. അപ്പൊ നമ്മളിനി ഇങ്ങനെ എടുക്കുക. സെന്റർ നേരത്തെ ചെയ്തതേപോലെ തന്നെ സെന്റർ എടുക്കുക. ഇതിൽ ആദ്യം നമുക്ക് 13 ആയതുകൊണ്ട് ഇത് തന്നെ ഹാഫ് എത്രയായിരിക്കും? 6.5 ആയിരിക്കും. P എന്ന് പറയുന്ന പോയിന്റിലേക്ക് 6.5 ആയിരിക്കും. അപ്പൊ ആദ്യം നമ്മൾ വലിയ ത്രികോണം എടുക്കുക. APO ട്രയാങ്കിൾ APO ഏതിന്റെയാണോ 2 വശങ്ങൾ നമുക്ക് അറിയുന്നത് അതെടുക്കുക. അതിൻ്റെതാണ് നമുക്കിപ്പോ 6.5 അറിയാം, ഈ 7 സെന്റിമീറ്ററും അറിയാം. അപ്പൊ ഈ വശം കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? OP is equal to OP square is equal to കർണം സ്ക്വയർ 7 സ്ക്വയർ മൈനസ് എന്താണ്? 6.5 സ്ക്വയർ. 7 സ്ക്വയർ 49 ആണ്. 6.5 സ്ക്വയർ എന്നെങ്ങനെ കണ്ടുപിടിക്കുക? 6.5 ഇൻറ്റു 6.5 എന്ന് ചെയ്യുന്നതിന് പകരം 65 ഇൻറ്റു 65 ചെയ്യാം. 25, 30, 32, 6, 30, 3, 6, 66, 39, 5, 2 അല്ലേ? ഇനി 6.5 ആണ്. പോയിന്റ് കഴിഞ്ഞിട്ട് 2 നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ ഉത്തരത്തിലും 2 നമ്പേഴ്സ് വേണം. 42 മൈനസ് 42.25. അപ്പൊ കുറയ്ക്കുമ്പോ അവിടെ ശ്രദ്ധിക്കണം. 49.00 മൈനസ് 42.25. 10 നിന്ന് 5 കുറച്ച് 5, 9 നിന്ന് 2 പോയ 7, 5, 8 നിന്ന് 2 പോയ 6. 6.75 ആയിരിക്കും OP സ്ക്വയർ കിട്ടുന്നത്. ഇനി OP സ്ക്വയർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് ഈ എമ്മിൽ നിന്ന് MAയും MBയും ഈ 2 സെക്ഷനിലേക്കുള്ള ഞാൻ എവിടെയാണ് കട്ട് ചെയ്യുന്നതെന്നാണ് കാണേണ്ടത്. അപ്പൊ ഇനി നമുക്ക് എമ്മിന്റെ പോയിന്റ് കിട്ടണമെങ്കിൽ, ഈ പോയിന്റ് കിട്ടണമെങ്കിൽ ഇതും അറിയാം. പിന്നെ ഏതാണ് അറിയുന്നത്? ഇത് 6.5 ആണ്. ഇവിടെ നമുക്ക് ഇതും അറിയാം, ഇതും അറിയാം. അപ്പൊ ഈ സൈഡ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 3 സ്ക്വയർ ഏതാണ്? MP is equal to 3 സ്ക്വയർ മൈനസ് 6.75. 3 മൈനസ് 3 സ്ക്വയർ എന്ന് പറയുന്നത് 9 ആണ്. മറ്റേത് OP സ്ക്വയർ 6.75 ആണ്. അപ്പൊ 9 മൈനസ് 6.75 is equal to ഇങ്ങനെ ചെയ്യുമ്പോൾ 2.25 ആയിരിക്കും ഈ ലെങ്ത്. അപ്പൊ ഈ ലെങ്ത് 2.25 കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്? ഇത് 6.5 ആണ്. 6.5 പ്ലസ് 2.25 5, 7, 8 8.75 ആയിരിക്കും ഈ ലെങ്ത്. അതേതാണ്? MB is equal to 8.75. പിന്നെ ബാക്കി AM is equal to എന്തായിരിക്കും? 13 മൈനസ്
8.75. 13 minus 8.75 എന്ന് പറയുമ്പോൾ 0.25 പിന്നെ 4.25 ആയിരിക്കും AM എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇത് രണ്ട് ത്രികോണങ്ങളാണ്. രണ്ട് ത്രികോണങ്ങളായിട്ട് ആദ്യം നേരത്തെ ചെയ്തത് ചെറിയ ത്രികോണത്തിൽ നിന്ന് വലിയ ത്രികോണത്തിന്റെ വശങ്ങൾ കണ്ടുപിടിച്ചു. ഇതിൽ ഏതാണോ ആദ്യം നമുക്ക് രണ്ട് വശങ്ങൾ അറിയുന്നത് അത് വെച്ചിട്ട് ചെയ്തു നോക്കുക. ഇത്രത്തോടെ ഇന്നത്തെ ചാപ്റ്ററിലെ ഈ ചാപ്റ്റർ കഴിഞ്ഞു. അടുത്ത ക്ലാസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും